ഹലോ ഹായ് എല്ലാവർക്കും വിവാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഗിരിരാജൻ കോഴി മേടിച്ചാ ഗിരിരാജൻ കോഴിയുടെ ചിക്കൻ കറി വയ്ക്കാൻ വിചാരിച്ചു. എത്ര കിലോ ഉണ്ട്? 2 കിലോ. 2 കിലോ ചിക്കൻ ആണോ? 2.4. 2.4. ഇതിനകത്തൊരു സാധനം ഞാൻ കണ്ടിട്ട് അത് നോക്കുന്നു. നോക്ക്, മുട്ട. പാവം മുട്ടയായ കോഴിയാണ് കേട്ടോ കൊണ്ടിട്ട് വന്ന്. നമുക്കിനി ഒന്ന് കഴുകി വൃത്തിയാക്കാം. ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. ഈ സംഭവം അവർ ഇവിടെ തന്നെ വെച്ചിട്ട് കടയിൽ തന്നെ വെച്ചിട്ട് ഇത് കരിക്കും അല്ലേ, രോമമൊക്കെ അടിച്ച് തൂവലൊക്കെ എടുത്തിട്ട് ഇത് കരിച്ചിട്ട് നമുക്ക് വൃത്തിയാക്കിയിട്ട് തരുന്നത്. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയിട്ട് തരുന്നത് കേട്ടോ. സംഭവം ഞാൻ ആദ്യമായിട്ട് വെക്കാൻ പോകും. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് പട്ട, ഗ്രാമ്പു, കുരുമുളക്, നല്ല ജീരകം, പെരുംജീരകം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് വറുത്തെടുക്കുക. തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ ചൂടാക്കിയ സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ചതായ മസാല ഇവയൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി വയ്ക്കുക. നമുക്ക് കുറച്ച് നേരം ഇത് എടുത്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കുക. ഒരു പിടി ചുമന്നുള്ളി, 1 കൂട്ടം വെളുത്തുള്ളി, 2 തുണ്ട് ഇഞ്ചി, 4 സവാള ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സവാളയൊക്കെ അരിഞ്ഞിരുന്നത് നമ്മുടെ ഏട്ടനാണ്. പാവം എല്ലാം ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സവാള എല്ലാം നല്ല സ്ലൈസസ് ആയിട്ട് അരിയുക. ഇവിടെയൊക്കെ ഇങ്ങനെ അരിയുന്നത്. എനിക്കിങ്ങനെ അരിയാൻ കിട്ടുകയില്ല. ഞാൻ കയ്യിൽ വിരലുറയൊക്കെ ഇട്ടിട്ടാണ് അരിയുന്നത്. സവാള അരിഞ്ഞിട്ട് ഏട്ടൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നു, പാവം. ഇവിടെ ഒരാൾ എൻ്റെ കയ്യിൽ വന്നു. അപ്പോൾ ഏട്ടനാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ചിരിക്കടിയപ്പാ, അപ്പോൾ ഉറക്കം വരുന്നു. 1 മുറി തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, 1 പിടി കുറച്ച് ചുമന്നുള്ളി ഇതെല്ലാം കൂടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിലാണ് ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. കടുകൊക്കെ പൊട്ടി, എല്ലാ കടുകും പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയൊന്ന് വഴണ്ട് വരാനായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് എളുപ്പം വഴണ്ട് വരാനായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി ഒരുവിധം വഴണ്ട് കഴിയുമ്പോഴേക്കും 1.5 മുറി തക്കാളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതായിരിക്കണം. നമുക്കതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ചുമന്നുള്ളി ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ചുമന്നുള്ളി അങ്ങനെ ഇട്ട് കൊടുക്കുക. അത് മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ചുമന്നുള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതുകൂടി ഒന്ന് ഇളക്കി എടുക്കാം. എല്ലാം ഇപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്നതായ ആ പേസ്റ്റ് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ഇടുവാണ്. ഫുള്ള് നമുക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയ്ക്കകത്ത് കിടന്ന് നമ്മുടെ തക്കാളി, ഉള്ളി, സവാള നമ്മൾ അടിച്ച പേസ്റ്റൊക്കെ ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്നതായ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് 2 സ്പൂൺ തൈരും കൂടി ഇത് ചേർക്കണം. അത് കാണിക്കാൻ വിട്ടുപോയി. എല്ലാം മിക്സ് ആയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ച് 1 വിസിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയാകും. പിന്നെ നമ്മൾ വെന്തതിന് ശേഷം ഒരല്പനേരം ഒന്ന് തിളപ്പിച്ചെടുത്ത ചിക്കൻ കറി സൂപ്പറായി. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഗോതമ്പ് നമ്മൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കത് ബോളിക്ക് ആക്കിയിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഇവിടെ റെഡിയായിട്ടുണ്ട്.
നല്ല എരിയുണ്ട്, നല്ല കളറുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെയായി അറിയിക്കുക. ചാനൽ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.